സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ബിനോയ് വിശ്വം, മാധവ് ഗാഡ്ഗിലിനെ എങ്ങനെയാണ് നമ്മൾ ഓർക്കേണ്ടത്? വരും കാലം എങ്ങനെയായിരിക്കും ഓർക്കുക? പ്രകൃതിയും മനുഷ്യനും തമ്മിൽ എല്ലാ കാലത്തും പുലർത്തേണ്ടുന്ന പാരസ്പര്യത്തെ പറ്റി അഗാധമായ ഉൾക്കാഴ്ചയുള്ള ശാസ്ത്രീയ ജ്ഞാനമുള്ള മനുഷ്യസ്നേഹിയായ ശാസ്ത്രജ്ഞനായിട്ടാണ് മാധവ് ഗാഡ്ഗിലിനെ ഞാൻ ഓർക്കുന്നത്. അതായിരുന്നു വാസ്തവത്തിൽ മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹത്തിന്റെ ചിന്തകളിലും പ്രവൃത്തികളിലും മുഖ്യസ്ഥാനത്ത് ഉണ്ടായത് മനുഷ്യനാണ്. ആ മനുഷ്യന്റെ നിലനിൽപ്പിനും ഭാവിക്കും പ്രകൃതിയുമായുള്ള ബന്ധം എത്രമാത്രം പ്രാധാന്യമറിയ ഒന്നാണെന്ന് നല്ല ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രകൃതിയെയും മനുഷ്യനെയും രണ്ട് ധ്രുവങ്ങളിലായി നിർത്തേണ്ടതല്ല, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. വികസനം വേണം തീർച്ചയായിട്ടും, പക്ഷേ വികസനം പ്രകൃതിയുടെ നിലനിൽപ്പിനെ ഇല്ലാതാക്കി അതിനെ ചവിട്ടി പതിച്ചുകൊണ്ടായിക്കൂടാ എന്ന് കൃത്യമായ നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ നിലപാടാണ് അദ്ദേഹം ജീവിതകാലം മുഴുവനും പറയാനും പഠിപ്പിക്കാനും ശ്രമിച്ചത്. അദ്ദേഹം അധ്യക്ഷനായി പ്രവർത്തിച്ച മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനകത്തും ഈ കാഴ്ചപ്പാടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ പശ്ചിമഘട്ട മലനിരകളിലെ സംസ്ഥാനങ്ങൾ, അത് 5-6 വരും, ആ സംസ്ഥാനങ്ങളിലെ ജനജീവിതത്തിന്റെ ഭാവി പശ്ചിമഘട്ടത്തിന്റെ ഭാവിയുമായിട്ട് അഭേദ്യമാംവിധം ഇഴുകിച്ചേർന്ന് കിടക്കുന്നുവെന്ന് ഗാഡ്ഗിൽ വിശ്വസിച്ചു. അങ്ങനെ ഗാഡ്ഗിൽ എല്ലാവരോടും പറയുകയും ചെയ്തു. ആ ബോധ്യമായിരുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ കാതൽ. അദ്ദേഹം പശ്ചിമഘട്ടത്തെ 3 സോണുകളായി ചൂണ്ടിക്കാണിച്ചു. 3 സോണുകളിൽ ഓരോ സോണിലും ഏതെല്ലാം പ്രവൃത്തികൾ ആകാം, ഏതെല്ലാം പ്രവൃത്തികളായിക്കൂടാ, അനുവദനീയമായതും അല്ലാത്തതുമായ കാര്യങ്ങളെപ്പറ്റി കൃത്യമായി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ പശ്ചിമഘട്ട നിലകളെ നാം സംരക്ഷിച്ചില്ലെങ്കിൽ ഭാവി തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാനുള്ള പ്രയാസത്തെപ്പറ്റി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അത് സംരക്ഷിതമായില്ലെങ്കിൽ നമ്മുടെ പുഴകളും പുഴയിലെ വെള്ളവും ആ വെള്ളം കൊണ്ട് നടത്തേണ്ടുന്ന കൃഷിയും അതെല്ലാം അപകടത്തിലാകും. അതുകൊണ്ട് ഭാവിയിലെ ജീവിതം 5 കൊല്ലോ 10 കൊല്ലോ അല്ല, അദ്ദേഹം തലമുറകൾക്കപ്പുറത്തേക്കുള്ള ഭാവിയെ പറ്റി കണ്ടു. ആ ഭാവിയിലും ഇവിടെ ജീവിതം വേണം, ഇവിടെ പുഴകളും വെള്ളവും വേണം, ഇവിടെ കൃഷി വേണം, ഭക്ഷണം വേണം, അതിന് പ്രകൃതി വേണം എന്നാണ് ഗാഡ്ഗിൽ പറഞ്ഞത്. ഇതായിരുന്നു ഇതിന്റെ സാരാംശം. ഇതാണ് ഗാഡ്ഗിൽ വ്യക്തിപ്പിടിച്ച പരിസ്ഥിതി ബോധത്തിന്റെ ഉൾക്കാമ്പിതായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകതയെ പറ്റി പറയുമ്പോൾ ഞാൻ നിസ്സംശയം പറയും, മാധവ് ഗാഡ്ഗിൽ അങ്ങേയറ്റം ജനാധിപത്യവാദിയായ ശാസ്ത്രജ്ഞനായിരുന്നു. കാരണം ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, ഈ റിപ്പോർട്ടിൽ ഞങ്ങൾ വെക്കുന്ന കാര്യങ്ങളെല്ലാം ശുപാർശകളാണ്, ഞങ്ങളുടെ റെക്കമെൻഡേഷൻസ് ആണ്. ഈ ശുപാർശകളെല്ലാം നടപ്പിലാക്കണമോ വേണ്ടയോ എന്ന് ആത്യന്തികമായി തീരുമാനിക്കേണ്ടത് വേറെ ആരുമല്ല, ജനങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. അവസാന തീരുമാനം കൈക്കൊള്ളാനുള്ള അവകാശം ഗ്രാമസഭകൾക്കായി വിട്ടുകൊടുക്കണം. ഗ്രാമസഭകൾ ചേർന്ന് ഓരോ ഗ്രാമത്തിലും ഈ റിപ്പോർട്ട് പ്രകാരം വരുത്തേണ്ടുന്ന മാറ്റങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ വ്യക്തമായി തെറ്റിദ്ധരിപ്പിക്കാതെ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തിട്ട് ആ ഗ്രാമസഭ തീരുമാനിക്കട്ടെ ആ ശുപാർശ വേണമോ വേണ്ടയോ എന്ന് പറയാൻ കാണിച്ച ജനസ്നേഹം, ജനാധിപത്യ ബോധം, ചങ്കൂറ്റം, അതാണ് ഗാഡ്ഗിൽ. നിർഭാഗ്യവശാൽ ആ റിപ്പോർട്ടിനെ ഒരുപാട് പേർ ഇവിടെ തെറ്റായി മനസ്സിലാക്കി. കുറച്ചുപേർ ബോധപൂർവ്വം അതിനെ ദുർവ്യാഖ്യാനിച്ചു. അതുകൊണ്ട് മാധവ് ഗാഡ്ഗിലിനെ പല ആൾക്കാരും മുദ്രകുത്തി വികസന വിരോധിയായി, പരിസ്ഥിതി മൗലികവാദിയായി. എന്നാൽ ഇത്രയും ജനസ്നേഹമുള്ള, ജനാധിപത്യ ബോധമുള്ള, യഥാർത്ഥ വികസനം വേണം എന്ന കാഴ്ചപ്പാടുള്ള, വികസനത്തിന് സസ്റ്റൈനബിലിറ്റി വേണം എന്ന് വാദിച്ച മറ്റൊരാളെ എനിക്കറിയില്ല. അത്രയും ഉറച്ച കാഴ്ചപ്പാടുമായിട്ട് ജീവിച്ച ഒരു പരിസ്ഥിതിവാദിയെ നഷ്ടമാകുമ്പോൾ ദുഃഖിക്കുന്ന എല്ലാവരുടെയും കൂടെ ഞാൻ എന്റെ ദുഃഖം രേഖപ്പെടുത്തുന്നു. അദ്ദേഹവുമായി അടുത്തിടപഴകാനും ആശയവിനിമയം ചെയ്യുവാനും വിഷയങ്ങൾ പറയുവാനും എല്ലാം പലവട്ടം അവസരം വന്ന ഒരു അദ്ദേഹത്തിന്റെ സുഹൃത്താണ് ഞാൻ. ആ ബന്ധം കൊണ്ട് എനിക്ക് ഗാഡ്ഗിൽ എന്ന ആ മനുഷ്യനെയും അറിയാം, ആ മനുഷ്യന്റെ നന്മകൾ അറിയാം. ഈ ആഗോളതാപന കാലത്ത് സംശയം വേണ്ട, ആഗോളതാപന കാലത്ത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഈ പറയുന്ന പാരസ്പര്യത്തിന്റെ പാഠങ്ങൾ നമ്മൾ നല്ലവണ്ണം പഠിക്കണം.
പഠിച്ചില്ലെങ്കിൽ പണ്ട് എംഗൽസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ലാഭാർത്ഥി പൂണ്ട മൂലധനം പ്രകൃതിയോട് കാണിക്കുന്ന ബലാത്സംഗത്തിന് പ്രകൃതി ഒരിക്കൽ പ്രതികാരം ചെയ്യാതിരിക്കില്ല എന്നാണ് എംഗൽസ് പറഞ്ഞത്. അടിസ്ഥാനപരമായിട്ട് ഇതേ കാഴ്ചപ്പാട് തന്നെയാണ് ഗാഡ്ഗിലും പറഞ്ഞത്. നമ്മള് തക്കാലത്തെ ലാഭത്തിന് വേണ്ടി, നഷ്ടത്തിന് വേണ്ടി 4-5 കൊല്ലത്തെ കാര്യം മാത്രം കണ്ടുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ വരും തലമുറ ഇവിടെ ജീവിക്കാൻ വരുമ്പോൾ അവർക്ക് അവകാശപ്പെടുന്ന വെള്ളവും ഭക്ഷണവും ശുദ്ധവായുവും ശുദ്ധജലവും ദുരിതമാകാത്ത മണ്ണും അതെല്ലാം വേണം എന്ന് അദ്ദേഹം വാദിച്ചു. ആ വാദമാണ് ഗാഡ്ഗിലിനെ വ്യത്യസ്തനായ ഒരു സയന്റിസ്റ്റാക്കി മാറ്റിയത്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത്, ഈ കാലം ആഗോളതാപന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലെ വികസനത്തിന്റെ ഭാഷ എന്തായിരിക്കണം, അതിന്റെ രീതി എന്തായിരിക്കണമെന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യസ്നേഹിയായ ശാസ്ത്രജ്ഞന്റെ നിയോഗവേളയിൽ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ജീവിത പാഠങ്ങളെപ്പറ്റി അഗാധമായി പഠിക്കാൻ കടമയുണ്ട്. അത് പഠിക്കണം. അദ്ദേഹത്തിന്റെ മേൽ നാം ചാർത്തിക്കൊടുത്ത പല തൊപ്പികളും അദ്ദേഹത്തിന് ഇണങ്ങാത്ത ഒന്നാണ് എന്ന് പറയാനും ഞാൻ മടിക്കുന്നില്ല. ഞാൻ ഗാഡ്ഗിലിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ദുഃഖിക്കുന്ന എല്ലാവരുടെയും കൂടെ ചേർന്നുകൊണ്ട് തലകുനിച്ചു പിടിക്കുന്നു. തീർച്ചയായും വളരെ പ്രസക്തമായ വാക്കുകൾ. നന്ദി ശ്രീ ബിനോയ് വിശ്വം പ്രതികരിച്ചതിന്. ശ്രീ ബിനോയ് വിശ്വം സൂചിപ്പിച്ച പോലെ തന്നെ ജിൽസി